കുമിസ്റ്റവി ഗുഹ അല്ലെങ്കിൽ സ്കാൽറ്റുബോ ഗുഹ എന്നും അറിയപ്പെടുന്ന പ്രോമിറ്റ്യൂസ് ഗുഹ പ്രകൃതി സ്മാരകം ജോർജിയയിലെ ഇമെരിറ്റി മേഖലയിലെ സ്കാൽറ്റുബോ മുനിസിപ്പാലിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കാർസ്റ്റ് ഗുഹയാണ്. ഗുഹയുടെ ആകെ നീളം ഏകദേശം 11 കിലോമീറ്ററാണ്. അതിൽ 1060 മീറ്റർ പൊതുജനങ്ങൾക്കായി തുറന്നിരിക്കുന്നു. იქა შეიძლება ნაღვი ფორმებზე შეხება და ფოტოების გადაღება შეიძლება მხოლოდ ელო განათების გარეშე. სასიამოვნო მოგზაურობას ისურვებთ უცხოელებსაც გავესაუბრებით შემდეგ ერთად შევავხოთ. ഗുഹയിൽ ആകെ 22 ഹാളുകളുണ്ട്. അതിൽ 6 എണ്ണം നിലവിൽ 40 മീറ്റർ വരെ പരമാവധി ആഴത്തിൽ വിനോദസഞ്ചാരികൾക്കായി തുറന്നിരിക്കുന്നു. ജോർജിയയിലെ ഈ പ്രദേശത്തിന്റെ ചരിത്രം, സംസ്കാരം, ഭൂമിശാസ്ത്രം എന്നിവയെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന ഗൈഡഡ് ടൂറുകളും ഇതിൽ ഉൾപ്പെടുന്നു. ഏറ്റവും ജനപ്രിയമായ ടൂറുകളിൽ ഒന്ന് ടൈറ്റൻ ശിക്ഷ അനുഭവിച്ച പ്രോമിറ്റ്യൂസ് ഗുഹയിലേക്കാണ്. മറ്റൊരു ഗുഹയായ സെറ്റാപ്ലിയ ഒരു പുരാതന ദിനോസർ ഷെൽട്ടറാണ്. ടൈറ്റൻ മനുഷ്യരാശിക്ക് തീ കൊടുത്തതിനു ശേഷം സിയൂസ് ഉത്തരവിട്ട ശിക്ഷയായി പ്രോമിറ്റ്യൂസിനെ കെട്ടിയ കല്ല് ഇവിടെ ഗുഹയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. കളുടെ തുടക്കത്തിൽ ഒരു ആണവ ആക്രമണം ഉണ്ടായാൽ ജനങ്ങൾക്ക് ഭൂഗർഭ ഷെൽട്ടറുകൾ തേടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പരസ്പരബന്ധിതമായ ഗുഹകളുടെ ഈ സംവിധാനം കണ്ടെത്തിയത്. 1980കളുടെ തുടക്കത്തിൽ ജോർജിയൻ സ്പീലിയോളജിസ്റ്റുകൾ ഈ ഗുഹയെക്കുറിച്ച് പഠനം നടത്തി. ഒരു ഭൂഗർഭ നദിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ഗുഹകളുടെ ഭാഗമാണിത്. കരടി, മാൻ, കാട്ടുപോത്ത്, ചെന്നായ, കുറുക്കൻ, മുയൽ എന്നിവയുടെ ഫോസിലുകൾ കണ്ടെത്തിയ ഒരു പ്രധാന പുരാവസ്തു പ്രകൃതിദത്ത സ്മാരകമാണ് ഈ ഗുഹ. മൺപാത്ര അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. സ്ഥലം സമുദ്രനിരപ്പിൽ നിന്ന് 140 മീറ്റർ ഉയരത്തിൽ. സ്കാൽറ്റുബോ മുനിസിപ്പാലിറ്റി സ്കാൽറ്റുബോയിൽ നിന്ന് 1.6 കിലോമീറ്റർ വടക്കുകിഴക്കായി. Okay, now we are in the third hall of the cave. Now we have passed 500 meters, 900 will be more. I hope you are not tired. I hope so. Okay, as I already told you, stalactites are growing from the ceiling downwards, but please look on my right hand side. Up here you can see strange looking cave formation which is growing sideways. It is called helictite, and speleologists believe that it is made so by movement of air, by wind. Of course, here is not strong wind in the cave, you can feel sometimes. I must mention that the climate of the cave is good for treatment of asthma, for allergy also, and you have to breathe deeply. It is good for your lungs. We call it speleotherapy, and it will be during 1 hour for you. I have 5 times a day therapy here. വർണ്ണാഭമായ വിളക്കുകൾ കൊണ്ട് പ്രകാശിച്ച ഒരു ഭൂഗർഭ ഗുഹ. അതിലെ വെള്ളച്ചാട്ടങ്ങൾ, തടാകങ്ങൾ, കൽമൂടുശീലകൾ, ഹെലിക്ടൈറ്റുകൾ, സൂചി പോലുള്ള ആന്തോഡൈറ്റുകൾ, മറ്റ് അതുല്യ രൂപങ്ങൾ എന്നിവ നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. പ്രോമിറ്റ്യൂസ് ഗുഹ എന്ന പേര് ഗ്രീക്ക് പുരാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദൈവങ്ങളുടെ രഹസ്യങ്ങൾ മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുത്തതിന്, പ്രത്യേകിച്ച് തീ നൽകിയതിന്, കോക്കസസ് പർവ്വതനിരകളിലെ ഒരു പാറയിൽ ബന്ധിക്കപ്പെട്ട പ്രോമിറ്റ്യൂസിനെയാണ് അദ്ദേഹം കണ്ടെത്തിയത്. പ്രോമിറ്റ്യൂസിന്റെ കരൾ ഭക്ഷിക്കാൻ സിയൂസ് കഴുകന്മാരെ അയച്ചു. കരൾ നിരന്തരം പുതുക്കപ്പെട്ടതിനാൽ അത് അദ്ദേഹത്തിന് എല്ലാ ദിവസവും വേദനയുണ്ടാക്കി.
ഗുഹയ്ക്ക് പ്രോമിറ്റ്യൂസിന്റെ പേര് നൽകിയതിനു പുറമെ സ്വർണ്ണ കമ്പിളി തേടി കോൾച്ചിസിലേക്കുള്ള അർഗോനോട്ട്സിന്റെ യാത്ര ഗുഹയുടെ ഹാളുകളുടെ പേരുകളിൽ പ്രതിനിധീകരിക്കുന്നു. അർഗോനോട്ട്സ് ഹാൾ, കോൽക്കെറ്റി ഹാൾ, മെഡിയ ഹാൾ, ലവ് ഹാൾ, പ്രോമിറ്റ്യൂസ് ഹാൾ, അബീരിയ ഹാൾ. ആയിരത്തി 1982 ഒരു ആണവയുദ്ധ സമയത്ത് ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്ന ഗുഹകൾക്കായി സോവിയറ്റ് അധികാരികൾ തിരയാൻ തുടങ്ങി. ഇതിനായി ടിബിലിസിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിയോഗ്രഫിയിൽ ഒരു പ്രത്യേക സംഘം രൂപീകരിച്ചു. 1983 ജൂലൈ 15 ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്പെലിയോളജിക്കൽ പര്യവേഷണത്തിലെ അംഗങ്ങളായ ജംബർ ജിഷ്കാരിയാനി, അമിറാൻ ജാംരിഷ്വിലി, വക്താങ് കവനാഡ്സെ, തമാസ് കൊബുലാഷ്വിലി എന്നിവർ കുമിസ്തവി ഗ്രാമത്തിന് സമീപം ഒരു പുതിയ ഗുഹ കണ്ടെത്തി. അടുത്ത വർഷം ഈ ഗുഹയ്ക്കായുള്ള ടൂറിസം വികസന പദ്ധതിയിൽ ജോലികൾ ആരംഭിച്ചു. പിന്നീട് അക്കാദമിക് വിദഗ്ധനായ സുറാബ് ടാറ്റാഷിറ്റ്സയുടെ നേതൃത്വത്തിൽ ഗുഹയെക്കുറിച്ചുള്ള വിശദമായ പഠനം ആരംഭിച്ചു. 1986 1990 ഇടയിൽ ഗുഹയിൽ ആദ്യത്തെ പാതകൾ സൃഷ്ടിക്കപ്പെട്ടു, മൊത്തം 1050 മീറ്റർ നീളം. എന്നിരുന്നാലും സോവിയറ്റ് യൂണിയൻ തകർന്നതിനു ശേഷം ജോർജിയ ഒരു പ്രയാസകരമായ സാമ്പത്തിക സാഹചര്യത്തിൽ അകപ്പെട്ടു. തൽഫലമായി ഗുഹയിലെ എല്ലാ ജോലികളും താൽക്കാലികമായി നിർത്തിവച്ചു. എന്നിരുന്നാലും ഈ സമയത്ത് ഗിയോർജി ടകാബ്ലാഡ്സെ എന്ന കാവൽക്കാരൻ ഗുഹയെ യാതൊരു പ്രതിഫലവും വാങ്ങാതെ നശീകരണ പ്രവർത്തനങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു. 2010 അവരുടെ അവിശ്വസനീയമായ പ്രവർത്തനങ്ങളുടെ സ്മരണയ്ക്കായി ഗുഹയുടെ എക്സിറ്റിൽ ടകാബ്ലാഡ്സെയുടെയും നായയുടെയും ഒരു പ്രതിമ സ്ഥാപിച്ചു. 2007 ഗുഹയിൽ വീണ്ടും പുനരധിവാസ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വർഷങ്ങൾക്ക് ശേഷം വിശദമായ പഠനം നടത്തുകയും പുതിയ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും ചെയ്തു. 2011 ഗുഹ ഔദ്യോഗികമായി സന്ദർശകർക്കായി തുറന്നുകൊടുക്കുകയും പ്രോമിറ്റ്യൂസ് ഗുഹ എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. ഗുഹയുടെ ഭൂരിഭാഗവും കൂടുതൽ ഗവേഷണം ആവശ്യമാണ്. പര്യവേക്ഷണ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. არის მინარის კალაპოტი და გარეთ როდესაც არის ძალიან ძლიერი წვიმიანი დღეები, აქაც იმატებს ხოლმე წყლისთანა, ყოფილი შემთხვევები ეს ბილიკები იწვევება. მაგრამ ასეთ დროს რა თქმა უნდა ყოველთვის დახურული არის მღვიმე ვიზიტორებისათვის. ჩვენ უკვე ბოლო დარბაზში გადავინაცვლებთ, საიდანაც არის მღვიმედან გასასვლელი, გარეთ ველოდება ავტობუსი და ავტობუსი დაგოქმნებს ადმინისტრაციის შენობებს. Okay, this is the biggest hole of the cave and the lowest point. Now we are 80 meters below the surface of the ground. On my right hand side you can notice underground river, and when outside is heavy rainy days, level of the water is rising and sometimes this trail is covered by water. But in such case, of course, we close the cave. Of course, now don't be afraid. Now we are going to the last hole. There is exit of the cave. Outside will be bus, and bus will take us back to the entrance of the cave. This is good information. Please, let's continue. പ്രോമിറ്റ്യൂസ് ഗുഹ വർഷം മുഴുവനും എല്ലാ ദിവസവും 10 മണി മുതൽ 7 മണി വരെ തുറന്നിരിക്കും. 2020 ജൂലൈ മുതൽ 18 വയസ്സിന് മുകളിലുള്ള വിദേശികൾ 23 ജാവ് ഏകദേശം $7.50 പ്രവേശന ഫീസ് നൽകണം. ബോട്ട് യാത്രയ്ക്ക് 17.25 ജാവ് $5.60 അധിക ചിലവ് വരും. 6 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള വിദേശികൾക്കുള്ള ടിക്കറ്റിന് 5.50 ജാവ് $1.80 ആണ്. എന്നാൽ 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് യാതൊരു നിരക്കും ഈടാക്കില്ല. ഗുഹ സന്ദർശിക്കുമ്പോൾ സുഖപ്രദമായ ഷൂസ് ധരിക്കാൻ ഞങ്ങൾ ശുപാർശ ചെയ്യുന്നു.
കാരണം നിങ്ങൾക്ക് ഒരു മണിക്കൂർ നടക്കേണ്ടി വരും, നിലം വഴുക്കലുള്ളതായിരിക്കും. നിങ്ങൾക്ക് ഒരു ജാക്കറ്റ് കൊണ്ടുവരാൻ താൽപ്പര്യമുണ്ടാകാം. ഗുഹയിലെ താപനില സ്ഥിരമായി +14°C ആണ്. അതേസമയം ഈർപ്പം 96 മുതൽ 98% വരെ വ്യത്യാസപ്പെടുന്നു.